അങ്ങനെ ജുമാക്ക് വന്നിരുന്ന് ഖുതുബ കേൾക്കണം. ഖുതുബാന്റെ തുടക്കത്തിൽ സ്റ്റാർട്ടിന് തന്നെ ഉണ്ടാവണം. ജുമാക്ക് ഈ നാട്ടുകാരായ ആള്, ജുമാക്ക് ആവശ്യമായ ആളുകൾ ഖുതുബ തുടങ്ങുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് എന്ന ഫർദ് കേൾക്കാൻ തന്നെ ഉണ്ടാവണം. ഏറ്റവും ചുരുങ്ങിയത് ജുമാക്ക് 4 ആളാണ്. ആ 4 ആളെങ്കിലും ഇല്ലെങ്കിൽ നാട്ടുകാരാവണം, ആണുങ്ങളാവണം, പ്രായപൂർത്തിയായവരാവണം, ബുദ്ധിയുള്ളവരാവണം. ഭ്രാന്തന്മാരാവാൻ പറ്റുകയില്ല. ഇത്തരം ആളുള്ളതിന് ശേഷം മാത്രമേ ഖുതുബ തുടങ്ങാൻ പറ്റൂ. ആളുണ്ടാവും, ഞാൻ പിന്നെ പോയാ മതി എന്നൊരാൾ കരുതിയ പിന്നെയും അങ്ങനെ ഒരാൾ കരുതിയാലോ ഇവിടെ ആളില്ലാതെ ആ ജുമാക്ക് വേഗം വരണം സഹോദരന്മാരെ. വന്നില്ല എങ്കിൽ ജുമാ ഇല്ലാതെയായിപ്പോവും. അതിനേക്കാൾ മുമ്പ് വരണം. വന്നിവിടെ ഇഅ്തികാഫിന്റെ നിയത്ത് ചെയ്തിട്ട് പള്ളിയിലിരിക്കണം. ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നു എന്ന നിയത്തോട് കൂടാ അവിടെ ഇരുന്നാൽ എത്ര കൂലിയാണ് കിട്ടുന്നത്? പള്ളിയിൽ വന്ന് കയറിയ ഉടനെ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം, ആ കൂലി ഇഅ്തികാഫിന്റെ കൂലി, വേഗം വന്ന കൂലി, അൽകഹഫ് ഓതിയത്, സലാത്ത് ചൊല്ലിയത്, ദ്വാരന്നത്, എത്ര കൂലിയാണ് കിട്ടാനുള്ളത്? ഇതെല്ലാം നഷ്ടമായി പോയാൽ നമ്മൾക്ക് ആഖിറത്തിലേക്ക് പിന്നെ എന്താണ് കിട്ടുന്നത്? സഹോദരന്മാരെ, ജുമാ ദിവസത്തെ ബഹുമാനിക്കൂ, ആദരിക്കൂ. പെണ്ണുങ്ങളും ജുമാ ദിവസത്തിനെ ബഹുമാനിക്കണം. എങ്ങനെ? പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച അവരെ പോലെ ഇരുന്നും കൊണ്ട് അൽകഹഫ് ഓതണം. പള്ളിക്ക് വരാത്തവരല്ലേ അൽകഹഫ് വേണ്ട എന്ന് വിചാരിക്കരുത്. പെണ്ണുങ്ങൾക്കും അൽകഹഫ് ഓതല് സുന്നത്തുണ്ട്. സലാത്ത് ധാരാളം ചൊല്ലണം, ധാരാളം സലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ചയെ ബഹുമാനിക്കണം. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം. ജുമാക്ക് പെണ്ണുങ്ങൾ വരണ്ട.